അനേകം സ്ഥലങ്ങളിൽ മഹാരാജ അശോകൻ സ്ഥാപിച്ച വിജയസ്തംഭങ്ങളിൽ 9 മാത്രമേ ഇന്ന് കേടുപാടുകൾ കൂടാതെ ബാക്കിയുള്ളൂ. ദില്ലി യമുന നഗർ, ദില്ലി റിഡ്ജ്, ഉത്തർപ്രദേശിലെ അലഹബാദ്, സാരാനാഥ്, നേപ്പാളിലെ ലുബിനിയിലെ നിഗാലി സാഗർ, രൂപാൻ ദേഹി, ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലുള്ള രാംപൂർവ, ലൗറിയ നന്ദഗഡ്, മധ്യപ്രദേശിലെ ഭോപ്പാലിനടുത്തുള്ള സാഞ്ചി എന്നിവിടങ്ങളിലാണിത്. ഇതിൽ സാരാനാഥിലെ സ്തംഭത്തിലെ അടയാളങ്ങളാണ് നമ്മുടെ ദേശീയ ചിഹ്നമായി ഉപയോഗിക്കുന്നത്. 4 ദിശകളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഗർജിക്കുന്ന 4 സിംഹങ്ങൾ രാജ്യത്തിന്റെ ശക്തി, പരാക്രമം, ആത്മവിശ്വാസം, ആത്മാഭിമാനം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ചർച്ചാ വിഷയം തന്നെ അശോക സ്തംഭമാണ്. പാർലമെന്റ് മന്ദിരത്തിന് മുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത അശോക സ്തംഭത്തെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അനാച്ഛാദനം നിർവഹിച്ചതും ഭരണഘടനാ സ്ഥാപനത്തിൽ പൂജ നടത്തിയതും ഭരണഘടനാ തത്വങ്ങളോടുള്ള അവഹേളനമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. എന്നാൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമന്ത്രി നടത്തിയ പൂജയെ വിമർശിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ലാലു പ്രസാദ് യാദവിന്റെ RJD ആയിരുന്നു ആദ്യം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പിന്നീട് പ്രതിഷേധങ്ങൾ പല തരത്തിലായി മാറുകയായിരുന്നു. ചിലർ അശോക സ്തംഭത്തിന്റെ വലിപ്പത്തെക്കുറിച്ചാണ് വിമർശനവുമായി എത്തിയത്. ഔറംഗാബാദ് സ്വദേശിയായ സുനിൽ ദിയോറെ എന്ന ശില്പിയാണ് പാർലമെന്റിൽ സ്ഥാപിച്ചിരിക്കുന്ന അശോക സ്തംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏറ്റവും ശുദ്ധമായ വെങ്കലം ഉപയോഗിച്ചാണ് ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സാരാനാഥ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അശോക സ്തംഭത്തിന്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ശില്പി പറയുന്നു. ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡിൽ നിന്നാണ് അശോക സ്തംഭം നിർമ്മിക്കാനുള്ള ദൗത്യം തനിക്ക് ലഭിച്ചത്. അല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. സാരാനാഥിലെ അശോക സ്തംഭം പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിഷ്ഠിക്കാൻ രൂപകൽപ്പന ചെയ്തപ്പോൾ സിംഹങ്ങളുടെ ഭാവം അക്രമാസക്തമായി എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ സാരാനാഥിലെ അശോക സ്തംഭത്തിലുള്ള സിംഹത്തിന്റെ ഭാവം എന്താണെന്ന് അറിയാത്തവരാണ് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇത് വിശദമായി തന്നെ വ്യക്തമാക്കിക്കൊണ്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ദേശീയ ചിഹ്നത്തിലെ സിംഹങ്ങൾ എങ്ങനെയിരിക്കണമെന്ന് അതേക്കുറിച്ചുള്ള 2005 കേന്ദ്ര നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിയമത്തിൽ പ്രസിദ്ധീകരിച്ച ചിത്രവും പങ്കുവച്ച് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കരും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾക്കിടയിൽ അനാവശ്യ പ്രചരണങ്ങൾ നടത്തി BJPയെയും പ്രധാനമന്ത്രിയെയും കരിവാരിത്തേക്കാൻ ശ്രമിച്ചവർക്കിപ്പോൾ ജനങ്ങൾ തന്നെ മറുപടി നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.